പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പൊന്നു തമ്പുരാൻ്റെ തിരുപ്പിറവി ആചരിച്ച് അതിൻ്റെ ആത്മാനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ ഒരു പുതുവർഷം കൂടെ നമുക്ക് വേണ്ടി പിറക്കുകയാണ്. ഒരു പുതുവർഷത്തിലേക്ക് നാം ചുവടുവയ്ക്കുന്ന ഈ നല്ല സന്ദർഭത്തിൽ ക്രിസ്മസിൽ നമുക്ക് ലഭിച്ച എല്ലാ ആത്മീയ അനുഭവങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ പുതുവർഷത്തിലേക്ക് നമുക്ക് ചുവടുവയ്ക്കാം. കർത്താവായതിന് നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് നമുക്ക് തന്ന നവീനമായ എല്ലാ നല്ല ചിന്തകളും ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പാഠങ്ങളായി മാറട്ടെ. കർത്താവായ യേശുക്രിസ്തു അനുകമ്പയും കരുണയും താഴ്മയുമൊക്കെ കൊണ്ട് ചരിത്രം എഴുതിയവനാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അന്യമായി പോയിരിക്കുന്ന ചില മൂല്യങ്ങളാണിതൊക്കെ. അനുകമ്പയും താഴ്മയും അതുപോലെ തന്നെ കരുണയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അന്യപ്പെട്ടു പോയിട്ടുണ്ട്. ഈ പുതിയ വർഷത്തിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ. കർത്താവായ യേശുക്രിസ്തു ആണ് താഴ്മപ്പെടുവാൻ ഏറ്റവും കൂടുതൽ മനസ്സ് വെച്ചതിന് മാതൃകയായവൻ. അതുപോലെ മാതൃകയായ മറ്റൊരാളെ ലോകം കണ്ടിട്ടില്ല. അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ആരായിരുന്നു ഈ തമ്പുരാൻ? സ്വർഗത്തിൽ കോടാനുകോടിക്കണക്കിന് സ്വർഗദൂതന്മാർ, അഗ്നിമയന്മാർ ആരാധിച്ചിരുന്ന പരിശുദ്ധൻ, രാജാധിരാജനും കർത്താധികർത്തനും ചക്രവർത്തിമാരുടെ ചക്രവർത്തിയുമായവൻ, ആർക്കും എത്തിപ്പിടിക്കാനാകാത്ത ഔന്നത്യത്തിൽ വാണരുളിയിരുന്നവൻ നമുക്ക് താഴേക്ക് ഇറങ്ങി വന്നു. കൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ പിറക്കാനല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാളായി, അനാഥരിൽ ഒരാളായി, ദേശാന്തരികളിൽ ഒരാളായി, അലഞ്ഞു തിരിയുന്നവരിൽ ഒരാളായി, പിറന്നു വീഴാനൊരു സത്രം പോലും കിട്ടാതെ പെരുവഴിയോരത്ത് പിറവിയെടുത്തവനായി, പൊതിഞ്ഞു പിടിക്കാൻ പട്ടുതുണികളോ ഇല്ലാതെ കീറത്തുണിയിൽ പൊതിയപ്പെട്ടവനായി, പശുത്തൊട്ടിയിലെ പുൽക്കുറുമ്പുകൾക്ക് മുകളിൽ മെത്തയായി അത് കണ്ട് അതിൽ കിടക്കുവാൻ മനസ്സുള്ളവനായി, താഴേക്കിറങ്ങി വന്ന താഴ്മയുടെ അടയാളമായ മശിഹായെ നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഈ പുതിയ വർഷത്തിൽ നമുക്കൊന്ന് താഴേക്കിറങ്ങാൻ കഴിയണം. നമ്മൾ അനേകരും ഇന്ന് ഉന്നതങ്ങളിൽ കണ്ണു നട്ടുവെച്ച് ഉന്നതങ്ങളിലേക്ക് ചവിട്ടി കയറാൻ ആശിച്ച് ഉന്നതങ്ങൾ കീഴടക്കാൻ വെമ്പൽ കൊണ്ട് താഴെയുള്ളതെല്ലാം മറക്കുന്നവരല്ലേ. ഞാനും വ്യത്യസ്തനൊന്നുമല്ല. താഴെയുള്ളതെല്ലാം മറക്കുന്നവർ, വന്ന വഴി പോലും മറന്നുപോയവർ, ജനിച്ചു വീണ വീടിനെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവർ, ബാല്യകൗമാരങ്ങളിൽ ഓടിക്കളിച്ച ആ ചാണകം മെഴുകിയ മുറ്റമോ വീടോ ഓലയോ പുല്ലോ മേഞ്ഞ മേൽക്കൂരയോ അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴാറായ ആ പഴയ വീടോ ഓർക്കാൻ പോലും മനസ്സിലാത്തവർ, ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാനാകുമെന്ന് സ്വപ്നേവി ചിന്തിക്കാനാകാതെ പ്രതീക്ഷകളൊന്നുമില്ലാതെ എങ്ങനെയൊക്കെയോ നടന്ന് മുന്നേറിപ്പോന്നവർ, നാം മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പൂർവ്വകാലം എല്ലാവർക്കും ഉണ്ട് അല്ലേ? എന്നാൽ ഈ പുതുവർഷത്തിൽ നാം അങ്ങോട്ടാണ് ഇറങ്ങേണ്ടത്, താഴേക്കാണ് ഇറങ്ങേണ്ടത്. ഞാൻ ആയിരുന്ന അവസ്ഥയിലായിരിക്കുന്ന ആയിരങ്ങൾ ഇന്നും ഈ സമൂഹത്തിലുണ്ടെന്ന കാഴ്ചപ്പാടിലേക്കാണ് ഇറങ്ങേണ്ടത്. ഞാൻ അനുഭവിച്ച ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേർ ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ടെന്ന കാഴ്ചപ്പാടിലേക്കാണ് ഞാൻ ഇറങ്ങേണ്ടത്. അങ്ങനെ താഴേക്കിറങ്ങി വന്നവനെ നെഞ്ചകത്ത് സ്വീകരിച്ചിട്ട് താഴേക്കിറങ്ങാനുള്ള മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് ഈ പുതുവർഷം നാം പുതിയ മനുഷ്യരായി, പുതിയ ദർശനത്തോടെ, ദൈവാഭിമുഖ്യമുള്ളവരായി, ദൈവമനുഷ്യരായി സമൂഹത്തിൽ വെളിപ്പെടുന്നത്. നാം എപ്പോഴും ഉന്നതങ്ങളിൽ കണ്ണു നട്ടിരുന്നാൽ ഒരിക്കലും താഴേക്ക് നോക്കാൻ നമുക്കാകില്ല. നാം താഴേക്കിടയ്ക്കിടെ തിരിഞ്ഞു നോക്കണം. താഴ്മപ്പെടാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. വിനയവും കരുണയുമൊക്കെ നമ്മിൽ വന്ന് നിറയണം.
ഇതാണ് ഈ പുതുവർഷത്തിൽ ആദ്യം നമ്മിലുണ്ടാകേണ്ടത്. ഒരു തിരിഞ്ഞു നോട്ടം, ഒരു താഴേക്കിറങ്ങൽ, ഒരു താതാത്മ്യപ്പെടൽ. ചിലർക്കൊക്കെ ഒരു കൈത്താങ്ങൽ കൊടുക്കാൻ കഴിഞ്ഞാൽ, ചിലരെയൊക്കെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ കഴിഞ്ഞാൽ, ചിലരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞാൽ, അവർ നമ്മളോടൊപ്പമോ നമുക്ക് മുകളിലോ എത്തിപ്പെട്ടേക്കാം. ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ അവസരമാണ് എന്നും പുതുവർഷമെന്ന് ദൈവമക്കൾ മറക്കരുത്. ഞാൻ വന്ന വഴികളിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കണം. എന്നെ വഴി നടത്തിയ ദൈവത്തിൻ്റെ കരുതലിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കണം. എനിക്ക് മുമ്പേ നടന്ന ചിലരെങ്കിലും എൻ്റെ പിന്നിൽ പോയത് ഞാനൊന്ന് കാണണം. എനിക്കൊപ്പം നടന്ന പലരും എൻ്റെ പിന്നിലാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. എൻ്റെ പിന്നിൽ നടന്ന പലരും എൻ്റെ മുന്നിലുണ്ടെന്നതും ഞാൻ തിരിച്ചറിയണം. കാലചക്രം എന്നെ ചില പാഠങ്ങൾ വ്യക്തമായി പഠിപ്പിക്കണം. എന്നിട്ട് ഞാൻ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഞാനൊന്ന് താഴ്മപ്പെടാൻ തയ്യാറാകണം. അങ്ങനെ ഒരു തീരുമാനം എന്നിൽ ഉണ്ടാകുമ്പോഴാണ് പുതുവർഷത്തിൽ ഞാൻ പുതുമനുഷ്യനായി സമൂഹത്തിൽ വെളിപ്പെടുന്നത്, പുതുക്കം പ്രാപിച്ച മനുഷ്യനായി സമൂഹത്തിൽ വെളിപ്പെടുന്നത്, പ്രയോജനമുള്ള മനുഷ്യനായി സമൂഹത്തിൽ വെളിപ്പെടുന്നത്. സ്വർഗം വിട്ട് താഴേക്ക് ഇറങ്ങി വന്ന മശിഹ തന്നെയാണ് അവിടെ നമ്മുടെ മാതൃക. മശിഹായെ അറിഞ്ഞവരുടെ പുതുവർഷങ്ങളെല്ലാം താഴേക്കിറങ്ങലിൻ്റെയും താതാത്മ്യപ്പെടലിൻ്റെയും തിരിഞ്ഞുനോട്ടത്തിൻ്റെയും അനുഭവമായിരിക്കും. അതിന് നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നാം യേശുവിനോട് താതാത്മ്യപ്പെട്ടിട്ടില്ല, യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചിട്ടില്ല, യേശു നമ്മുടെ ഹൃദയത്തിൽ പിറന്നിട്ടില്ല. ഈ ക്രിസ്മസ് നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്ന് വരും. നമുക്ക് പുതുമനുഷ്യരാകാൻ ദൈവം അവസരം തരികയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, യേശുവിനെ നോക്കിക്കണ്ടാൽ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാകും. യേശു തൻ്റെ ബാല്യകൗമാരങ്ങളെല്ലാം ചിലവഴിച്ചത് ഒരാശാരിപ്പുരയിലായിരുന്നു. ആശാരിപ്പുരയിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽപ്പെട്ടവരൊന്നുമല്ല ആശാരിമാർ. അവരൊക്കെ സമൂഹത്തിൽ ഒരുപാട് പ്രയോജനമുള്ളവരാണ്. അവർ നല്ല ശില്പികളാണ്. അവർ ചിലർ അസാമാന്യമായ കഴിവുകളുള്ളവരാണ്. പക്ഷെ സമൂഹം എന്നും അവരെ കണ്ടിരിക്കുന്നതും കണക്ക് കൂട്ടിയിരിക്കുന്നതും മുഖ്യധാരയിൽ നിന്ന് പുറത്താണ്. സാധാരണക്കാരോ അതിൽ താഴെയോ ഒക്കെ ഉള്ളവരായിട്ടാണ് അവരെ വിലയിരുത്തുന്നത്. കേവലം തൊഴിലാളികളെന്നൊക്കെയാണ് അവരെക്കുറിച്ചുള്ള കൺസെപ്റ്റ്. പക്ഷേ അവരെത്ര മനോഹരമായ ശില്പങ്ങളാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. എത്ര ലോകോത്തര ശില്പികളാണവർ. എത്ര സുന്ദരമായ മനസ്സവർക്കുള്ളത് കൊണ്ടാണ് അവർക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. ചില ആശാരിമാരൊക്കെ പണിതെടുത്ത് വയ്ക്കുന്ന ചില പണികളെ നോക്കി നിന്നാൽ അവയ്ക്ക് ജീവനുണ്ടെന്ന് തോന്നും. അത് കല്ലാശാരിമാരുമുണ്ട്, മരയാശാരിമാരുമുണ്ട്. അവരെല്ലാം ഒരു ഗണത്തിൽ നമുക്ക് പെടുത്താം. വെണ്ണക്കല്ലുകൊണ്ട് ശില്പങ്ങൾ കൊത്തിയെടുക്കുന്ന ചില ശില്പികൾ, അവർ കൊത്തിയെടുത്ത ശില്പത്തിലേക്ക് കണ്ണു നട്ടിരുന്നാൽ അതിന് ഇപ്പോൾ സംസാരിക്കുമെന്നൊക്കെ തോന്നും. അങ്ങനെയുള്ള അപൂർവം ചില ആളുകളെ ഉന്നത ശ്രേണിയിലൊക്കെ മനുഷ്യരെണ്ണുന്നുണ്ട്. എന്നാൽ അവരും ഇവരും ഒരേ തലങ്ങളിൽ നിൽക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഒരാശാരിപ്പുരയിൽ തൻ്റെ 30ാമത്തെ വയസ്സ് വരെ ഒതുങ്ങിക്കൂടിയ യേശുവിനെ എപ്പോഴെങ്കിലും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സാധാരണക്കാരനായി ജീവിച്ച, ഒരു സാധു മനുഷ്യനായി ജീവിച്ച യേശുവിനെ വായിച്ചെടുക്കാൻ എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ശരിക്കും പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തനിക്ക് ഒരുപാട് സാധ്യതകളുണ്ടെന്ന് അറിഞ്ഞിട്ടും താൻ ദൈവപുത്രനാണെന്ന് ബോധ്യപ്പെട്ടിട്ടും തൻ്റെ ഉള്ളം ത്രസിച്ചു കൊണ്ടിരുന്നപ്പോഴും ഒതുങ്ങിക്കൂടി നിൽക്കാനുള്ള ഒരു മനസ്സ് കർത്താവിനുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിൽക്കാനുള്ളൊരു മനസ്സ് കർത്താവിനുണ്ടായിരുന്നു. 30 വയസ്സ് തികഞ്ഞ് തൻ്റെ പ്രവൃത്തി പഥത്തിലേക്ക് ഇറങ്ങുന്നത് വരെ അവരുടെ അനുസരണത്തിൽ നിൽക്കാനുള്ളൊരു മനസ്സ് കർത്താവിനുണ്ടായിരുന്നു. ഒരു വിധേയപ്പെടാനുള്ള മനസ്സ് കർത്താവിനുണ്ടായിരുന്നു. ആശാരിപ്പുരയിൽ അപ്പനെ ജോലിയിൽ സഹായിക്കാനുള്ള മനസ്സ് കർത്താവിനുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ആ മിതമായ ആഹാരം കഴിച്ച് ജീവിക്കാനുള്ള മനസ്സ് കർത്താവിനുണ്ടായിരുന്നു. ജ്ഞാനഭണ്ഡാരം അവൻ്റെ ഉള്ളിൽ തിക്കിത്തിരക്കുമ്പോഴും അവന് പ്രവർത്തിക്കാൻ ഒരുപാട് മേഖലകളുണ്ടെന്ന്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പൊരുൾ തിരിച്ച് പ്രസംഗിക്കാനുള്ള പ്രഭാഷണ ചാരുത അവനിലുണ്ടെന്ന് അവൻ്റെ ഉള്ളം നിറഞ്ഞ് കവിഞ്ഞ് വെമ്പൽ കൊള്ളുമ്പോഴും അവൻ ഒതുങ്ങി നിന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ പുതുവർഷത്തിൽ നമുക്കൊരു പാഠമാകേണ്ടതാണ്. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം ഉള്ളതിലധികം നാം എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ ശ്രമിക്കുന്നവരാണ്. ഒരുപാടുണ്ടായിട്ടും ഒതുങ്ങി നിന്ന യേശുവിനെയാണ് നമ്മളിന്ന് പാഠമാക്കേണ്ടത്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒതുങ്ങി ജീവിക്കാൻ നമ്മൾ ഇനിയും പഠിക്കണം. ഒന്ന് താഴേക്കിറങ്ങി നിന്ന് സ്വയം നിയന്ത്രിക്കാൻ നമ്മൾ ഇനിയും പഠിക്കണം. ഈ പുതുവർഷത്തിൽ അങ്ങനെ ആത്മസംയമനം പാലിച്ചുകൊണ്ട്, സ്വയനിയന്ത്രണം വരുത്തിക്കൊണ്ട്, മാതാപിതാക്കളെ അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ടവരെയൊക്കെ ആദരിച്ചുകൊണ്ട് ഒരു നിലനിൽപ്പ് നമുക്കുണ്ടാകണമെന്ന് ഈ പുതുവർഷത്തിൽ ഒരു പുതിയ ദർശനം നമുക്കുണ്ടാകണം. അങ്ങനൊരു ദർശനം നമ്മിൽ ഉണ്ടാകാതെ പോയാൽ ക്രിസ്തുവിനെ നാം ഉൾക്കൊണ്ടിട്ടില്ല. പുതുവർഷത്തിൽ നാം പഴയ മനുഷ്യർ തന്നെയായിരിക്കും. ഒരു പുതുവർഷത്തിൽ നമ്മിൽ ചില പുതുക്കങ്ങളൊക്കെ ഉണ്ടാകണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആ നിലകളിലൊക്കെ ഒന്ന് ആയിത്തീരണ്ടേ? ഇന്ന് പലർക്കുമുള്ള പരാതി, എനിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും വാതിലുകൾ അടഞ്ഞു കിടക്കുന്നു, എനിക്ക് ഒരുപാട് ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും എന്നെ ആരും ഉപയോഗിക്കുന്നില്ല എന്നിങ്ങനെയുള്ള പരിഭവങ്ങളാണോ? പരിഭവപ്പെടരുത്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മശിഹാ നിന്നതുപോലെ ഒതുങ്ങി നിൽക്കുക. നിനക്കൊരു സമയം വരും. അവൻ നിനക്കൊരു സമയം വരും. സംയമനത്തോടെ നിന്നാൽ നിനക്കൊരു സമയം വരും, ഉറപ്പാണ്. അതുകൊണ്ട് ദൈവമക്കളെ, അങ്ങനൊരു പാഠം കൂടെ ഈ പുതുവർഷത്തിൽ നമുക്കൊന്ന് കണ്ടെത്താൻ കഴിയണം. അതോടൊപ്പം തന്നെ സാധാരണക്കാരോടൊന്ന് താതാത്മ്യപ്പെടാൻ കഴിയണം. അവരൊക്കെ വിലയുള്ളവരാണെന്ന് വിലയിരുത്താൻ കഴിയണം. അവരെയൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയണം. ഏത് ജോലി ചെയ്യുന്ന മനുഷ്യരും മാനിക്കപ്പെടേണ്ടവരാണെന്ന ബോധം നമ്മളെ ഭരിക്കണം. തെങ്ങ് കയറുന്ന തൊഴിലാളിയും മതിൽ കെട്ടുന്ന കൽപ്പണിക്കാരനും മരം കൊണ്ട് ജോലി ചെയ്യുന്ന മരയാശാരിയും തൂമ്പ കൊണ്ട് മൺവെട്ടി കൊണ്ട് മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളിയും അരിവാൾ കൊണ്ട് പാടം കൊയ്തെടുക്കുന്ന ഒരു കർഷക സ്ത്രീയും, പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ പ്രധാനപ്പെട്ടവരാണ്. അവരാരും കുറഞ്ഞവരല്ല. ഒരാശാരിപ്പുരയിൽ 30 ആണ്ട് ഒരാശാരിച്ചെറുക്കനായി ജീവിച്ചവൻ താതാത്മ്യപ്പെട്ട് താഴേക്കിറങ്ങി നിന്നവനാണ്. ആ തലങ്ങളിലുള്ളവരെ അങ്ങേയറ്റം മാനിച്ചവനാണ്. ഒരിക്കലൊരു മനുഷ്യൻ എന്നോട് സംസാരിച്ചപ്പോൾ ആ മനുഷ്യൻ എനിക്ക് തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, അച്ഛനൊരു പുരോഹിതനാണ്, യേശുവിൻ്റെ അടുത്തയാളാണ്, അതിനേക്കാൾ കുറേ കൂടെ അടുത്തയാളാണ് ഞാൻ ചോദിച്ചു, താങ്കളാരാണ്? ഞാനൊരു ആശാരിയാണ്. 30 വയസ്സ് വരെ ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ഈ തമ്പുരാൻ. അതിനുശേഷമുള്ള 3.5 വർഷമേ സമൂഹത്തിന് അവനെ കിട്ടിയുള്ളൂ. സമൂഹത്തിന് അവനെ കിട്ടിയതിനേക്കാൾ കൂടുതൽ സമയം ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നവൻ, ഞങ്ങളോട് താതാത്മ്യപ്പെട്ടവനായിരുന്നവൻ. ഞാൻ ആ മനുഷ്യനെ 2 കൈകൊണ്ടും തൊഴുതിട്ട് പറഞ്ഞു, സത്യമായിട്ട് നിങ്ങൾ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ കർത്താവ് കണ്ടതുപോലെ ലോകത്തെ ഒന്ന്, സമൂഹത്തെ ഒന്ന് കാണാൻ നമുക്ക് എപ്പോഴാണ് ഇനി കഴിയുക? ഈ പുതുവർഷത്തിൽ അങ്ങനൊരു ദർശനത്തിലായിരിക്കട്ടെ നമ്മുടെ ജീവിതം. അങ്ങനെ താഴേക്കിടയിലുള്ളവരെ അങ്ങേയറ്റം അംഗീകരിക്കുകയും പരിഗണിക്കുകയും അവരോടൊപ്പം വാസം കൊള്ളുകയും അവരിലൊരാളായി ജീവിക്കുകയും ചെയ്ത യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ട് അങ്ങനൊരു തലത്തിലേക്കൊക്കെ ഒന്ന് താഴേക്കിറങ്ങാനുള്ള മനസ്സല്ലേ ഈ പുതുവർഷത്തിൽ നമുക്ക് വേണ്ടത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം നമ്മളെ ഈ പുതുവർഷത്തിൽ സ്വാധീനിക്കേണ്ടതാണ്. കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. ആരായിട്ടാണ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്? സാക്ഷാൽ ദൈവപുത്രൻ. അവൻ്റെ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ടതും പരിശുദ്ധാത്മാവ് ഇറങ്ങി അവൻ്റെ മേൽ ആവസിച്ചതും അനേകർ കണ്ടു. അവനപ്പോൾ ദൈവപുത്രൻ എന്ന തലത്തിലാണ് തൻ്റെ വേല തുടങ്ങുന്നത്. നിശ്ചയമായിട്ടും അവൻ വേറൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇന്നലെ വരെ കണ്ട ആശാരിച്ചെറുക്കനല്ല, ഇപ്പോൾ അവൻ ദൈവപുത്രനാണ്. ദൈവം മഹത്വപ്പെടുത്തിയവനാണ്, സാക്ഷ്യപ്പെടുത്തിയവനാണ്. ആ നിലയിൽ നിന്നപ്പോഴും കർത്താവിൻ്റെ നിലപാടിന് മാറ്റമൊന്നും വന്നിരുന്നില്ല. എന്താണെന്നല്ലേ? കർത്താവ് തൻ്റെ ശിഷ്യരെ തിരഞ്ഞെടുക്കുവാൻ സമൂഹത്തിലെ ഉന്നതങ്ങളിലേക്ക് കണ്ണ് നട്ടില്ല. വിദ്യാസമ്പന്നരെ തേടി അവൻ പരതി നടന്നില്ല. സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവരെ തേടിച്ചെന്ന് വിളിച്ചില്ല. കർത്താവ് തൻ്റെ ഒപ്പം നിർത്താൻ, തൻ്റെ നിയോഗം പൂർത്തിയാക്കാൻ, തൻ്റെ സഭയെ പണിതെടുക്കാൻ വിളിച്ചു വേർതിരിച്ചത് മുഴുവനും സമൂഹത്തിലെ താഴേക്കിടയിലുള്ള
സാധാരണക്കാരിൽ സാധാരണക്കാരിയായിരുന്നു. നമ്മളെ അത്ഭുതത്തോടെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മീൻ പിടിച്ച് ജീവിച്ചിരുന്ന ഉളുമ്പ് മണക്കുന്ന മുക്കുവന്മാരെ, ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചിരുന്ന ചുങ്കക്കാരെ, പ്രിയപ്പെട്ടവരെ വൃക്ഷത്തിന് കീഴിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സാധുവായൊരു സന്യാസിയെ, വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ചില വിപ്ലവകാരികളെ, ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിക്കുന്ന ചുങ്കക്കാരനെ, എന്നുവെച്ചാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ളവരെ ഒന്നും തമ്പുരാൻ തൻ്റെ ശിഷ്യഗണത്തിൽ വിളിച്ചു ചേർത്തില്ല. ഒന്ന് ചിന്തിച്ചാൽ ഈ താതാത്മ്യപ്പെടലിലൂടെ തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതവും വളരേണ്ടത്. നമ്മളെപ്പോഴും മുൻപച്ചൻ പറഞ്ഞതുപോലെ മുകളിലേക്ക് കണ്ണു നടുന്നവരാണ്. ചുറ്റുപാട് നോക്കിയിട്ട് മുകളിലേക്ക് നോക്ക്. ചുറ്റുപാട് നോക്കുമ്പോൾ നാം എവിടെയാണ് നിൽക്കുന്നതെന്നും എവിടെയാണ് നിൽക്കേണ്ടതെന്നും നമുക്ക് മനസ്സിലാകും. ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടതെന്നും ആർക്കാണ് തന്നെ സഹായിക്കാൻ കഴിയുന്നതെന്നും മനസ്സിലാകും. മുകളിലേക്ക് കയറിപ്പോകും തോറും മനുഷ്യൻ പങ്കിടാനും സഹകരിക്കാനുമുള്ള മനസ്സില്ലാതെ സ്വാർത്ഥത കൊണ്ട് സ്വയം കൂട് തീർത്ത് അതിനകത്ത് ഒതുങ്ങുന്നവരായി മാറും. താഴേക്ക് ഇറങ്ങും തോറും കൂടുതൽ പങ്കിടാൻ മനസ്സുള്ളവരും കൂടുതൽ സമർപ്പണം ചെയ്യാൻ മനസ്സുള്ളവരും കൂടുതൽ സഹകരിക്കാൻ മനസ്സുള്ളവരുമായ ആളുകളെ കാണും. ശരിക്കും ഒന്ന് വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാകും. ഉന്നതങ്ങളിലേക്ക് കയറും തോറും ആളുകൾ സ്വാർത്ഥരായി മാറുകയാണ്, സ്വയം ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുകയാണ്, ബന്ധങ്ങളുടെ അതിർത്തികൾ നിർണ്ണയിക്കുകയാണ്. താഴേക്കിറങ്ങുന്നിടത്ത് അങ്ങനൊന്നുമില്ല. എല്ലാവരും പരസ്പരം ബന്ധപ്പെടുകയാണ്, എല്ലാവരും എല്ലാവരിലേക്കും എത്തിപ്പെടുകയാണ്. വേലിക്കെട്ടുകളില്ലാത്ത ബന്ധങ്ങളുള്ളൊരു തലമാണ് താഴെയുള്ള തലം. മുകളിലേക്ക് കയറും തോറും വേലിക്കെട്ടുകളും മതിൽക്കെട്ടുകളും വർദ്ധിക്കുകയായി. മനസ്സിൽ കെട്ടുന്ന വേലികളും മനസ്സിൽ കെട്ടുന്ന മതിലുകളുമാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുളെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പണം കൂടുമ്പോൾ, പ്രതാപം കൂടുമ്പോൾ, അധികാരം കൂടുമ്പോൾ വേലിക്കെട്ടുകൾ വലുതാകും. ഉറപ്പല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായി പൊതുപ്രവർത്തകനായി തുടങ്ങുമ്പോൾ ആ പ്രവർത്തകനെ സംബന്ധിച്ചാൽ ജനമധ്യത്തിലാണ് നിൽക്കുന്നത്, ജനഹൃദയങ്ങളിലാണ് നിൽക്കുന്നത്, ജനത്തോടൊപ്പമാണ് നിൽക്കുന്നത്, ജനമധ്യത്തിലാണ് നിൽക്കുന്നത്, ആരവാരത്തിൻ്റെ മധ്യത്തിലാണ് നിൽക്കുന്നത്. അയാൾക്കൊരു അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മതിൽക്കെട്ടിനുള്ളിലേക്ക് അയാൾ ഒതുങ്ങി. അയാളുടെ അടുത്ത് വരാവുന്നവർക്ക് പരിമിതി ഉണ്ടായി, അയാൾ പേര് വിളിക്കാവുന്നവർക്ക് പരിമിതി ഉണ്ടായി, അവരുമായി സമ്പർക്കം ചെയ്യുന്നവർക്ക് പരിമിതി ഉണ്ടായി, അയാളുടെ യാത്രയ്ക്ക് പരിമിതി ഉണ്ടായി, അയാളുടെ ബന്ധങ്ങൾക്ക് പരിമിതി ഉണ്ടായി. വീണ്ടും അതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥലത്ത് അയാൾ എത്തിയാൽ അയാൾക്ക് ചുറ്റും ചിലപ്പോൾ തോക്കേന്തിയ പട്ടാളക്കാരുടെ അല്ലെങ്കിൽ പോലീസുകാരുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ അയാൾ വീണ്ടും മറ്റൊരു മതിൽക്കെട്ടിനുള്ളിലായി. മുകളിലേക്ക് പോകുന്തോറും ഒരാളുടെ ബന്ധങ്ങളിൽ പരിമിതികളുണ്ടാകും, സാധാരണക്കാരോടുള്ള സംസർഗമില്ലാതെയാകുന്നു. പക്ഷേ ഈ ഗുരു, ശ്രേഷ്ഠനായ ഗുരു കർത്താവായ യേശു ക്രിസ്തു എത്ര ഉന്നതങ്ങളിലേക്ക് കയറിയിട്ടും എന്നും അവൻ്റെ മനസ്സും അവൻ്റെ നിലപാടും ഈ സാധാരണക്കാർക്കൊപ്പമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തിൽ നമ്മുടെ നിൽപ്പ് എവിടെയാണ്, നമ്മുടെ നിലനിൽപ്പ് എവിടെയാണ് എന്ന് നമ്മൾ വായിച്ചെടുക്കണം. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ഈ ക്രിസ്മസിൽ വന്ന് പിറന്നിട്ടുണ്ടെങ്കിൽ നാം തിരിച്ചറിയേണ്ട പാഠം അതാണ്. ആരെയും അവഗണിക്കരുത്, പ്രത്യേകിച്ച് സാധാരണക്കാരെ. അവരാണ് നമ്മളെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. അവരാണ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നവർ. അവരാണ് നമുക്ക് വേണ്ടി പുതുചരിത്രങ്ങൾ എഴുതാൻ പോകുന്നവർ. അവരിലാണ് നമ്മൾ നമ്മളെ കണ്ടെത്തേണ്ടത്. എന്ന് വച്ചാൽ യേശുക്രിസ്തു കണ്ടെത്തിയ കാഴ്ച അത് നമ്മിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് ഈ പുതുവർഷം നമുക്കൊരു പുതിയ ബോധ്യത്തിൻ്റേതായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും കർത്താവായ യേശുക്രിസ്തു രോഗികളെയും തളർന്നവരെയും തകർന്നവരെയും കണ്ടെത്തുവാൻ അവരോടുള്ള അനുകമ്പയോടുകൂടെ അവരെ തേടി നടന്ന് അവരിലേക്ക് എത്തിപ്പെട്ടവനാണ്. ഈ പുതുവർഷത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? അങ്ങനെയുള്ളവരെയൊക്കെ ദൂരെ നിർത്തുന്ന, അവരെ കാണാതിരിക്കാൻ കണ്ണടയ്ക്കുന്ന, അവർ കയറി വരാതിരിക്കാൻ മതിലുകളും വാതിലുകളും അടയ്ക്കുന്ന ഒരു മനോഭാവം നമ്മിലുണ്ടെങ്കിൽ ക്രിസ്തുവിന് ചേർന്നവരായി നാം മാറിയിട്ടില്ല. കർത്താവ് ചെയ്തത് മുഴുവനും അങ്ങനെയല്ലേ?
വേദനിക്കുന്നവരെ തേടിച്ചെന്ന് കണ്ടെത്തി അവരുടെ വേദന ശമിപ്പിച്ചവൻ. മുറിവേറ്റവരെ തേടിച്ചെന്ന് കണ്ടെത്തി അവരുടെ മുറിവ് കെട്ടിയവൻ. അതെ, രോഗികളായവരെ തേടിച്ചെന്ന് കണ്ടെത്തി അവരുടെ രോഗം സുഖപ്പെടുത്തിയവൻ. തളർന്നു കിടക്കുന്നവരെ തേടിക്കണ്ടെത്തി അവരെ ഉറപ്പിച്ചെഴുന്നേൽപ്പിച്ചവൻ. തന്നെക്കൊണ്ട് എവിടെയൊക്കെയാണോ ആവശ്യമുള്ളത് അവിടേക്കൊക്കെ എത്തിപ്പെട്ടവൻ, അവരിലേക്കൊക്കെ എത്തിപ്പെട്ടവൻ. ആ യേശു മശിഹായെയാണ് ഈ ക്രിസ്മസിൽ നാം ഉൾക്കൊണ്ടിട്ടുള്ളതെങ്കിൽ നമുക്കങ്ങനെ അനുകമ്പ അർഹിക്കുന്ന ആളുകളിലേക്കൊക്കെ എത്തിപ്പെടാൻ കഴിയണം. ഈ പുതുവർഷത്തിൽ അങ്ങനൊരു ദർശനം നമ്മിലുണ്ടാകണം. ഞാൻ എത്തിപ്പെടേണ്ടിടത്തേക്കൊക്കെ എത്തിപ്പെടണം. യേശു എത്തിപ്പെടാമായിരുന്ന സകല ഇടങ്ങളിലേക്കും ഒരു വിശ്വാസി എത്തിപ്പെടുമ്പോഴാണ് ആ ആൾ യേശു ഉള്ളയാളായി മാറുന്നത്. അതിൽ നാം പരാജയപ്പെടുന്നിടത്ത് ഒരിക്കലും നാം യേശു ഉള്ളവരായിത്തീരുന്നില്ല. ഈ ക്രിസ്മസൊക്കെ കഴിഞ്ഞ് പുതുവർഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എത്തിപ്പെടലിൻ്റെ തീരുമാനത്തിലേക്ക് വരാൻ കഴിയണം. അല്ലെങ്കിൽ ഈ പുതുവർഷം നമുക്കൊരു പുതുക്കവും തരുന്നില്ല. നമ്മളെപ്പോഴും അർഹതപ്പെട്ടവരെ തേടി കണ്ടെത്തണം, അനുകമ്പയോടെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കാം, യേശുവിനെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നു, എനിക്ക് ആ കഴിവില്ല, പിന്നെ ഞാനവരെ തേടിപ്പോയിട്ട് എന്ത് ചെയ്യാൻ? ആര് പറഞ്ഞു സുഖപ്പെടുത്താൻ കഴിവില്ലെന്ന്? രോഗിയാണൊരാൾ, ചികിത്സിച്ചാൽ ഭേദപ്പെടുന്ന രോഗമാണ് അയാളുടേത്. പക്ഷേ നിവൃത്തിയില്ല അയാൾക്ക് ചികിത്സിക്കാൻ, കയ്യിൽ ഒരു കാശ് പോലുമില്ല. ആ ആളെ സ്വന്തം സാധ്യതകൾ ഉപയോഗിച്ച് ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തി ആ ആളുടെ രോഗം ഭേദമാക്കിയാൽ നീ അയാളുടെ യേശുവായി മാറുകയാണ്. ഈ പുതുവർഷത്തിൽ നമുക്ക് കഴിയാവുന്നൊരു കാര്യമാണത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുമ്പോഴാണ് ഈ പുതുവർഷം നമുക്ക് പുതിയ അനുഭവമായി മാറുന്നത്. മറ്റൊന്ന്, യേശു കരയുന്നവരോടുകൂടെ കരഞ്ഞവനാണ്. ഒരാളുടെ ആത്മഭാരം പങ്കിട്ടെടുക്കുവാൻ അവരോട് താതാത്മ്യപ്പെട്ടിറങ്ങിച്ചെന്നവനാണ് യേശു. ബേഥാനിയായിലെ ലാസർ മരിച്ചതറിഞ്ഞിട്ട് 4-ാം നാളിൽ കർത്താവ് അവിടെ ചെല്ലുമ്പോൾ അനാഥരായി പോയ 2 സഹോദരിമാർ അലമുറയിട്ട് കരയുകയാണ്. വ്യക്തമായി തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനം. യേശു കണ്ണുനീർ വാർത്തു. കർത്താവ് കരഞ്ഞു. കരയുന്നവരോടുകൂടെ കരഞ്ഞവൻ, തകർന്നു പോകുന്നതിനെ നോക്കി കരഞ്ഞവൻ, വീണു പോകുന്നതിനെ നോക്കി കരഞ്ഞവൻ. അതെ, കണ്ണുനീരുള്ള ഒരു ആളായിരുന്നു കർത്താവ്. ഈ കർത്താവിനെയാണ് ഈ ക്രിസ്മസിൽ നമ്മൾ സ്വീകരിച്ചതെങ്കിൽ നമുക്കും കണ്ണുനീരുകളുണ്ടാകും. കരയുന്നവരോടുകൂടെ കരയാനുള്ള മനസ്സുണ്ടാകും. നമ്മളൊക്കെ എപ്പോഴും ജീവിതം ആഘോഷമാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഏറ്റവും കൂടുതൽ ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ലതാണ്. പക്ഷേ സോളമനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തികളും വെളിപ്പെട്ട് വരുന്നത്. കരയുന്നവരോടുകൂടെ കരയാൻ മനസ്സുണ്ടെങ്കിൽ, അങ്ങനെ കരയാൻ കഴിയണമെങ്കിൽ കരയുന്നവരുടെ കണ്ണുനീരിൻ്റെ കാരണം പങ്കിടാനുള്ള മനസ്സാണ്. അതാണ് കരയുന്നവരോടുകൂടെ കരയുക എന്നതിൻ്റെ അർത്ഥം. കരയുന്നവരുടെ കണ്ണുനീരിൻ്റെ കാരണം മനസ്സിലാക്കാനുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ കരയുന്നവരോടുകൂടെ കരയാൻ പറ്റൂ. ഈ പുതുവർഷത്തിൽ അങ്ങനെ കരയുന്ന മനുഷ്യരെ കണ്ടെത്തി അവരോട് കൂടെ അവരുടെ നൊമ്പരം പങ്കിട്ടൊന്ന് കരയാൻ, അവരുടെ കണ്ണുനീരൊന്ന് പങ്കിട്ടെടുക്കാൻ, അതൊന്ന് തുടയ്ക്കാൻ നമുക്ക് സാധ്യമാകുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ്, ഈ പുതുവർഷം നമ്മുടെ ജീവിതത്തിൽ ധന്യതയുടെ അനുഭവമായിരിക്കും. മറിച്ച് മുമ്പായിരുന്നതുപോലെ നാം ഇനിയും തുടരുന്നുവെങ്കിൽ, നമ്മുടെ നിലപാടുകളിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ രൂപാന്തരങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ, ഈ പുതുവർഷം വന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും കിട്ടുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം പുതുവർഷത്തിൽ പുതിയ ദർശനത്തോടെ, പുതിയ കാഴ്ചപ്പാടോടെ ജീവിക്കുന്നവരാകണം. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ശുഭമംഗളാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല ദിവസം ഞങ്ങളെ സന്ദർശിച്ച് ഞങ്ങളോട് വ്യക്തമായി
സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഞങ്ങളെ ചില പാഠങ്ങൾ അവിടുന്ന് ഓതിത്തന്ന് പഠിപ്പിച്ചല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രിസ്മസിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച ഞങ്ങൾ ആ യേശു ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരായി മാറുന്നതാകണം ഞങ്ങളുടെ പുതുവർഷമെന്ന് ഞങ്ങൾ കേൾപ്പിച്ചല്ലോ. ഈ കേട്ട ചിന്തകൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ നിന്ന് ക്രിസ്തുവായി ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ. കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.